ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ഭരണത്തിലെത്തി 12 വർഷം പിന്നിടുമ്പോൾ മുന്നേറ്റം കാഴ്ചവെച്ച മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീ ശാക്തീകരണത്തിലാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്നാണ് സ്ത്രീ ശാക്തീകരണം. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിൽ, രാഷ്ട്രീയ പങ്കാളിത്തം, സുപ്രധാന തീരുമാന കേന്ദ്രങ്ങളിലെ സ്ഥാനം എന്നിവയിൽ സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ രാജ്യം സുസ്ഥിര വികസനം കൈവരിച്ചു എന്ന് പറയാനാകൂ. ഇന്ത്യയിൽ ജനസംഖ്യയുടെ പകുതിയോളം സ്ത്രീകളാണ്. അതുകൊണ്ടുതന്നെ ദേശീയ വളർച്ചയിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ ശക്തമായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി നിരവധി പദ്ധതികൾക്കും ദൌത്യങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും തുടക്കം കുറിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക സ്വയം പര്യാപ്തതയും ശാക്തീകരണവും, സംരംഭകത്വം, സുരക്ഷ, നൈപുണ്യ വികസനം, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക ക്ഷേമം എന്നിങ്ങനെ എല്ലാ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ 12 വർഷക്കാലം കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരുന്നത്. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സ്ത്രീകളെ മുൻനിരയിലെത്തിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതുയുഗ ഇന്ത്യയെ നയിക്കുന്നത് സ്ത്രീകളാണെന്ന് അദ്ദേഹം പറഞ്ഞു. When women prosper, the world prospers. That economic empowerment fuels growth. Their access to education drives global progress. Their leadership fosters inclusivity, and their voices inspire positive change. The most effective way to empower women is through a women-led development approach. India is making strides in this direction. India's President, Srimati Draupadi Murmu, sets an inspiring example herself. She comes from a humble tribal background, but now leads the world's largest democracy and serves as the commander-in-chief of the world's second largest defense force. In this mother of democracy, the right to vote was granted equally to all citizens, including women, by the Indian Constitution right from the beginning. The right to contest election was also granted on an equal basis. Elected women representatives have been key agents of economic, environmental, and social change. At 1.4 million, 46% of elected representatives in rural local bodies in India are women. The mobilization of women into self-help groups has also been a powerful force for change. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ സ്ത്രീകൾ ലിംഗവിവേചനം, വിദ്യാഭ്യാസ രംഗത്തെ അസമത്വം, മോശം ആരോഗ്യ സാഹചര്യങ്ങൾ, സാമ്പത്തിക പരാശ്രയത്വം, പരിമിതമായ തൊഴിലവസരങ്ങൾ, സാമൂഹിക നിയന്ത്രണങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ മാറ്റം കൊണ്ടുവരണം എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. തുല്യ വിദ്യാഭ്യാസ അവസരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും, സുരക്ഷയും നിയമസംരക്ഷണവും, രാഷ്ട്രീയ പങ്കാളിത്തം, സാമൂഹിക അന്തസ്സും സമത്വവും എന്നിവ ഉറപ്പാക്കി സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സ്ത്രീകളുടെ ഉന്നമനത്തിന് സർക്കാർ ഒരു ബഹുമുഖ സമീപനമാണ് സ്വീകരിച്ചത്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ചെയ്യുന്ന വനിതാ സംവരണ ബിൽ 2023 സെപ്റ്റംബറിൽ പാർലമെന്റ് പാസാക്കിയത് വലിയൊരു മുന്നേറ്റമാണ്.
കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട സംരംഭങ്ങളിലൊന്നാണ് ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതി. ശിശുലിംഗാനുപാതം കുറയുന്നത് പരിഹരിക്കുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി അവതരിപ്പിച്ചത്. പെൺമക്കളോടുള്ള സാമൂഹിക മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വികസനത്തിലും ശ്രദ്ധ ചെലുത്താൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. ലിംഗവിവേചനം തടയൽ, പെൺകുട്ടികളുടെ അതിജീവനവും സംരക്ഷണവും ഉറപ്പാക്കൽ, അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, ലിംഗസമത്വത്തിനെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തൽ എന്നിവയൊക്കെയാണ് ക്യാമ്പയിനിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ. പെൺമക്കളുടെ മൂല്യത്തെക്കുറിച്ച് രാജ്യവ്യാപകമായി അവബോധം വളർത്താനുള്ള സുപ്രധാന സാമൂഹിക പ്രസ്ഥാനമായി ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതി മാറി. സാമ്പത്തിക ഉൾച്ചേർക്കലിന്റെ രംഗത്തും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ സംഭവിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജന മുഖേന കോടിക്കണക്കിന് സ്ത്രീകൾ ആദ്യമായി ബാങ്കിംഗ് സേവനങ്ങളുടെ ഭാഗമായി തീർന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ എത്തുകയും അതിലൂടെ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വർദ്ധിക്കുകയും ചെയ്തു. സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മുദ്രാ യോജന നടപ്പിലാക്കി. ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് വനിതകൾക്ക് സ്വയം തൊഴിലും ചെറുകിട സംരംഭങ്ങളും ആരംഭിക്കാൻ വായ്പകൾ ലഭിച്ചു. സ്വയം സഹായ സംഘങ്ങളുടെ ശാക്തീകരണവും ഗ്രാമീണ വനിതകളുടെ വരുമാന വർധനയ്ക്കും സാമൂഹിക മുന്നേറ്റത്തിനും വഴിയൊരുക്കി. കൂടാതെ ലഖ്പതി ദീദി പദ്ധതി വഴി സ്ത്രീകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടു. കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി, മുദ്രാ യോജന ഉൾപ്പെടെയുള്ളവ പട്ടികജാതി പട്ടികവർഗ വനിതാ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടായതായി ബജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. When Prime Minister launched these startup schemes, it was for innovative ideas and they largely felt that it could be restricted to urban areas or even to some in rural areas, but not really covering SC, ST and women. So this scheme as a greenfield, requiring it to be a greenfield idea, was launched through every bank branch wherever the branch would be, and it has actually benefited SC, STs and women. There are other schemes in the government like PM Mudra or SIDBI, which directly gives loans to small entrepreneurs, the MSMEs and so on. പെൺകുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസവും സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ചെറുകിട സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ പൊതുമേഖലാ ബാങ്കിന്റെയോ അംഗീകൃത സ്വകാര്യ ബാങ്കുകളുടെയോ ശാഖയിലോ പെൺകുട്ടികൾക്ക് 10 വയസ്സ് തികയുന്നതുവരെ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് അക്കൗണ്ട് തുറക്കാം. 18 വയസ്സ് തികയുമ്പോൾ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അക്കൗണ്ട് ഉടമയ്ക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും. സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, ആധാർ നമ്പർ, പാൻ നമ്പർ അല്ലെങ്കിൽ ഫോം 60 എന്നിവ ആവശ്യമാണ്. കുറഞ്ഞത് 250 രൂപ നൽകി പ്രാരംഭ നിക്ഷേപം ആരംഭിക്കാം. മൊത്തം വാർഷിക നിക്ഷേപ പരിധി 1,50,000 രൂപയായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യം ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഓരോ പെൺകുട്ടിക്കും മുന്നേറാനും വിജയിക്കാനുമുള്ള ആത്മവിശ്വാസവും നൽകുന്നതിൽ സുകന്യ സമൃദ്ധി വലിയ പങ്കുവഹിക്കുന്നു. രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നമായിരുന്നു വിറകും ജൈവ ഇന്ധനവും ഉപയോഗിച്ചുള്ള പരമ്പരാഗത പാചകരീതി. വിറകടുപ്പിൽ നിന്നുള്ള ദോഷകരമായ പുക ദശലക്ഷക്കണക്കിന് സ്ത്രീകളിൽ ശ്വസന രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വീടുകളിലെ സ്ത്രീകൾക്ക് LPG കണക്ഷൻ നൽകുന്ന പദ്ധതിയാണിത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും മെച്ചപ്പെട്ട ആരോഗ്യം, വായുമലിനീകരണം കുറയ്ക്കൽ, വിറക് ശേഖരിക്കാനുള്ള സമയവും അധ്വാനവും ലാഭിക്കൽ, സ്ത്രീകളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിടുന്ന പദ്ധതി ഇന്ത്യയിലുടനീളമുള്ള ഒട്ടേറെ ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതുപോലെ സ്വച്ഛ് ഭാരത് മിഷൻ മുഖേന ശൌചാലയ നിർമ്മാണം വ്യാപകമാക്കി സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പുവരുത്താൻ സഹായിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ രാജ്യത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താൻ വലിയ തോതിൽ സഹായിച്ചതായി ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം അഡ്വക്കേറ്റ് G. അഞ്ജനാദേവി ആകാശവാണിയോട് പറഞ്ഞു. രാജ്യത്ത് സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീക്ഷേമം എന്നതിൽ നിന്ന് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം എന്ന
ഒരു വലിയ ക്യാൻവാസിലേക്ക് സ്ത്രീകളുടെ മുന്നേറ്റത്തെ മാറ്റി നിശ്ചയിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിരിക്കുന്നു. ഗർഭിണിയാകുന്ന ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന പ്രസവാനുകൂല്യങ്ങൾ മുതൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പരിചരണവും പരിരക്ഷയും അവളുടെ വിദ്യാഭ്യാസവും അവർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള സംവിധാനവും വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ അവർക്ക് നൽകുന്ന സ്കോളർഷിപ്പ് പിന്തുണയും പ്രോത്സാഹനവും ഇന്ത്യയിൽ സ്ത്രീകൾക്ക് അത്ഭുതാവഹമായിട്ടുള്ള മുന്നേറ്റത്തിന് പറ്റിയ സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. പോഷൻ അഭിയാൻ മുതൽ സുകന്യ സമൃദ്ധി യോജന വരെയും ഒറ്റ പെൺകുട്ടിയായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി പദ്ധതികളിലൂടെ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ എണ്ണം 6% മുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന, പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ തുടങ്ങിയ പദ്ധതികൾ ഏകദേശം 5 കോടി സ്ത്രീകൾക്കായി 20,000 കോടിയിലേറെ രൂപയുടെ ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മോർട്ടാലിറ്റി റേറ്റ് 1,00,000-ന് 130 ആയിരുന്നത് 88 ചുരുക്കാനും ഈ പദ്ധതികളിലൂടെ സാധിച്ചു. പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് സ്കൂളിൽ നിന്ന് പ്രൈമറി തലത്തിൽ 14% നിന്ന് 0.3% കുറഞ്ഞിരിക്കുന്നു. സെക്കൻഡറി തലത്തിൽ അത് 14.8% നിന്നും 11% കുറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്ന സ്ത്രീകളുടെ എണ്ണവും ഇരട്ടിയിലധികം വർദ്ധിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ സാമ്പത്തിക സ്വയം പര്യാപ്തത ആർജിക്കുന്നതിന് വലിയ സഹായകരമായിരുന്നു ജൻധൻ യോജന. 58% ഗുണഭോക്താക്കളും സ്ത്രീകളാണ്. സ്വയം തൊഴിൽ സംരംഭമായ മുദ്രാ ലോൺ ലഭ്യമായത് 66% സ്ത്രീകൾക്കാണ്. ഈ പട്ടിക ഇനി ഏറെ നീണ്ടുപോകും. എല്ലാത്തിലുമുപരി ഇന്ത്യയുടെ അധികാരം നിശ്ചയിക്കുന്ന പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് ഈ സർക്കാർ വഹിക്കുകയാണ്. അതും കൂടി പൂർത്തിയാകുന്ന സമയത്ത് ലോകത്ത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും സ്ത്രീകളെ മുൻപിൽ നിർത്തിയുള്ള വികസനം സാക്ഷാത്കരിക്കുന്നതിനും ഏതൊരു രാജ്യത്തെക്കാളും മുന്നിലെത്തുന്ന നാടായി നമ്മുടെ ഭാരതം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഭവന സുരക്ഷയിലും സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെട്ടു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി വീടുകൾ സ്ത്രീകളുടെ പേരിലോ സംയുക്ത ഉടമസ്ഥതയിലോ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത് സ്ത്രീകളുടെ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്താൻ സഹായിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വയലോരം വീട്ടിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ രജനി ആകാശവാണിയോട്. പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എൻ്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. ഒത്തിരി ഉപകാരമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മാതൃ ആരോഗ്യവും ശിശുപരിപാലനവും. ഈ മേഖലയിൽ നിർണായകമായ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിനായി 2017 പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ആരംഭിച്ചു. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതിയിലൂടെ ആദ്യത്തെ കുഞ്ഞിന് 5,000 രൂപയും രണ്ടാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ 6,000 രൂപയും 2 ഘട്ടങ്ങളിലായി ലഭിക്കുന്നു. ഗർഭധാരണത്തിന്റെ ആദ്യഘട്ട രജിസ്ട്രേഷൻ, പ്രസവപൂർവ്വ പരിശോധനകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടങ്ങിയ പ്രധാന ആരോഗ്യ ഘട്ടങ്ങളുമായി ഈ സഹായം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. 2026 ഏപ്രിൽ 30 വരെയുള്ള കണക്കുകൾ പ്രകാരം 4.92 കോടിയിലധികം സ്ത്രീകൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4.28 കോടി ഗുണഭോക്താക്കൾക്ക് സഹായധനം വിതരണം ചെയ്തതിലൂടെ ആകെ 20,150 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണയാണ് ലഭ്യമാക്കിയത്. ഇതിനൊപ്പം 2016 ആരംഭിച്ച പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ഗർഭിണികൾക്ക് സൗജന്യവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിശോധനകൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. എല്ലാ മാസവും 9-ാം തീയതി സർക്കാർ ആശുപത്രികളിൽ പ്രത്യേക പരിശോധനാ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. പ്രത്യേകിച്ച് 2ഉം 3ഉം ത്രൈമാസങ്ങളിലെ ഗർഭിണികളെയാണ് പദ്ധതി കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രാജ്യത്താകമാനം 7.4 കോടിയിലധികം ഗർഭിണികൾ PMSMAയുടെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 22,000-ലധികം ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കിയപ്പോൾ 6.85 കോടിയിലധികം പ്രസവപൂർവ്വ പരിശോധനകൾ നടത്തി. ഇതിലൂടെ 1.03 കോടി ഉയർന്ന അപകട സാധ്യതയുള്ള ഗർഭധാരണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് പ്രത്യേക നിരീക്ഷണത്തിലാക്കി. ഡിജിറ്റൽ ട്രാക്കിംഗും തുടർ പരിചരണ സംവിധാനവും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്.
ഈ ഇടപെടലുകളുടെ ഫലമായി ഇന്ത്യയുടെ മാതൃമരണ നിരക്ക് ഗണ്യമായി കുറഞ്ഞു. 2014-15 കാലയളവിൽ 1 ലക്ഷം പ്രസവങ്ങൾക്ക് 130 മാതൃമരണ നിരക്ക് 2021-23 കാലഘട്ടത്തിൽ 88 കുറഞ്ഞത് മാതൃ ആരോഗ്യരംഗത്തെ വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യവും സുരക്ഷിത മാതൃത്വവും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മറ്റൊരു പ്രധാന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന. ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗർഭിണികളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രസവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിയുടെ വിജയത്തിൽ ആശാപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണ്. ഗർഭിണികളെ ആരോഗ്യ സേവനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ സുരക്ഷിത പ്രസവം ഉറപ്പാക്കാൻ അവർ സഹായിക്കുന്നു. ഇതിന്റെ ഫലമായി ആശുപത്രിയിലുള്ള പ്രസവങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും വീട്ടിൽ നടക്കുന്ന അപകട സാധ്യതയുള്ള പ്രസവങ്ങൾ കുറയുകയും മാതൃശിശു ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്തു. ഇതിനോടൊപ്പം ജനനി ശിശു സുരക്ഷാ കാര്യക്രം മാതാവിനും നവജാത ശിശുക്കൾക്കും സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1.99 കോടി ഗർഭിണികളും 16.85 ലക്ഷം രോഗബാധിതരായ ശിശുക്കളും JSSK പദ്ധതിയുടെ ഗുണഭോക്താക്കളായി. ഈ പദ്ധതികളിലൂടെ നടത്തിയ നിക്ഷേപങ്ങൾ ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ 3 മാസത്തിനുള്ളിൽ പ്രസവപൂർവ്വ ആരോഗ്യ പരിശോധന നടത്തുന്ന സ്ത്രീകളുടെ എണ്ണം 2015-16 59% നിന്ന് 2023-24 76.2% ഉയർന്നു. 4 തവണയെങ്കിലും പ്രസവപൂർവ്വ പരിശോധനകൾ പൂർത്തിയാക്കുന്ന സ്ത്രീകളുടെ എണ്ണം 51% നിന്ന് 65.2% വർദ്ധിച്ചു. ഏറ്റവും പ്രധാനമായി ആരോഗ്യ സ്ഥാപനങ്ങളിലെ പ്രസവ നിരക്ക് രാജ്യത്ത് ഗണ്യമായി ഉയർന്നു. 2015-16 79% ആശുപത്രി പ്രസവങ്ങൾ 2023-24 90.6%. സുരക്ഷിത മാതൃത്വം ഉറപ്പാക്കുന്നതിലും മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിലും ഈ നേട്ടങ്ങൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. 2014 മുതൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. സ്കൂളിൽ പ്രവേശനം ഉറപ്പാക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ പഠനം തുടർന്നു കൊണ്ടുപോകാനും ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങളിലേക്കും പെൺകുട്ടികളെ എത്തിക്കാനുള്ള ശ്രമങ്ങളുമാണ് ശക്തമായത്. ഇതിലൂടെ കൂടുതൽ പെൺകുട്ടികൾ പഠനം പൂർത്തിയാക്കുകയും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരികയും ചെയ്യുന്നു. ഈ മാറ്റത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ ലിംഗസമത്വത്തെ കേന്ദ്രബിന്ദുവാക്കി രൂപപ്പെടുത്തിയ ഈ നയം പെൺകുട്ടികളുടെ പഠനയാത്രയെ തടസ്സപ്പെടുത്തിയിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിച്ചു. പെൺകുട്ടികൾക്കായുള്ള പ്രത്യേക പിന്തുണ ഉറപ്പാക്കാൻ ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് രൂപീകരിക്കുകയും പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ സൗകര്യപ്രദമായ പഠനരീതികൾ നടപ്പാക്കുകയും ചെയ്തു. വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും താൽപര്യങ്ങൾ പിന്തുടരാനുമുള്ള അവസരങ്ങളും വർദ്ധിപ്പിച്ചു. 2018-19 ആരംഭിച്ച സമഗ്ര ശിക്ഷാ പദ്ധതി പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള വിദ്യാഭ്യാസത്തെ ഏകീകൃത ചട്ടക്കൂടിൽ കൊണ്ടുവന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ പഠനം, നൈപുണ്യ വികസനം എന്നിവയിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. 2024-25 രാജ്യത്ത് 14.71 ലക്ഷം സ്കൂളുകളും 1.01 കോടി അധ്യാപകരും 24.69 കോടി വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. വനിതാ വിദ്യാർത്ഥികളുടെ എണ്ണം 2014-15 1.57 കോടിയിൽ നിന്ന് ഇന്ന് 11.93 കോടിയായി ഉയർന്നു. ആകെ പ്രവേശനത്തിൽ പെൺകുട്ടികളുടെ വിഹിതം 32% നിന്ന് 48% വർദ്ധിച്ചതും ശ്രദ്ധേയമാണ്. സമഗ്ര ശിക്ഷയുടെ ഭാഗമായ കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. പട്ടികജാതി പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവയിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കായി പ്രവർത്തിക്കുന്ന ഈ റെസിഡൻഷ്യൽ സ്കൂളുകൾ 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സുരക്ഷിതവും പ്രോത്സാഹനപരവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നു. KGBV സ്കൂളുകളുടെ എണ്ണം 2022 4996 നിന്ന് 2026 5316 ആയി.
വിദ്യാർത്ഥികളുടെ എണ്ണം 2020-21 6.07 ലക്ഷത്തിൽ നിന്ന് 2025-26 7.58 ലക്ഷമായി ഉയർന്നു. വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടെ കൈവരിച്ച പുരോഗതി വനിതാ ശാക്തീകരണത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറകളിലൊന്നായി മാറിയിരിക്കുകയാണ്. സ്ത്രീകൾ പരമ്പരാഗത മേഖലകൾക്കപ്പുറം പുതിയ തൊഴിലവസരങ്ങളിലേക്കും സംരംഭകത്വ മേഖലകളിലേക്കും കൂടുതൽ കടന്നുവരുന്നതാണ് ഇക്കാലയളവിൽ കണ്ടത്. നൈപുണ്യ വികസന പദ്ധതികളും സ്റ്റാർട്ടപ്പ് സംസ്കാരത്തിന്റെ വളർച്ചയും ഈ മാറ്റത്തിന് വലിയ പിന്തുണ നൽകി. വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുകൊടുത്തെങ്കിലും ആ അവസരങ്ങളെ തൊഴിലും വരുമാനവുമാക്കി മാറ്റുന്നതിനാവശ്യമായ നൈപുണ്യ പരിശീലനം നിർണായകമാണ്. ഈ ലക്ഷ്യത്തോടെ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന രാജ്യത്തെ യുവജനങ്ങൾക്ക് വ്യവസായ ആവശ്യങ്ങളുമായി ബന്ധിപ്പിച്ച ഹ്രസ്വകാല നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സംരംഭങ്ങളും ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 45% സ്ത്രീകളാണ്. വിവിധ മേഖലകളിൽ തൊഴിൽ നേടുന്നതിനും സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ആവശ്യമായ കഴിവുകൾ സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലൂടെ ലഭിച്ചു. ഇതുവഴി സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീകളുടെ യാത്ര കൂടുതൽ ശക്തിപ്പെട്ടു. വനിതാ സംരംഭകയായ ബിന്ദു പള്ളിച്ചൽ ആകാശവാണിയോട്. ഞാനൊരു സംരംഭകയാണ്. 2007 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബ്രഹ്മിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിർമ്മിക്കുന്നത്. കുടുംബശ്രീ വഴിയാണ് ഞാനൊരു സംരംഭകയായത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ എന്തൊക്കെ സബ്സിഡികളോ ധനസഹായങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും എനിക്ക് അറിവില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാനിത് സംരംഭകത്വത്തിലൊരു കടന്നത്. ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഏറിയ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ നടന്നു വന്നത്. പാത്രത്തിൽ ഒരു അടുപ്പിൽ വെച്ച് നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുകയും അതിന് എങ്ങനെ അത് മുന്നോട്ട് നീക്കിക്കൊണ്ട് വരണമെന്നും ഒന്നും എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്നതിനെ കുറിച്ച് ഒരു അറിവ് എനിക്ക് 1-2 കുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാനത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു. കേന്ദ്രത്തിന്റെ ഒരു പുതിയൊരു പദ്ധതിയുണ്ട്, ഒരു PMFME സ്കീമാണ്. അത് വനിതാ സംരംഭകർക്ക് 35% സബ്സിഡിയോടുകൂടി കിട്ടും എന്നറിഞ്ഞു. അങ്ങനെ ഞാനും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 15 ലക്ഷം രൂപ എനിക്ക് ആ പദ്ധതി പ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ സബ്സിഡി എനിക്കിപ്പോ ഡയറക്റ്റായിട്ട് തന്നെ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസമേറിയ ഒരു കടമ്പ നിർമ്മാണത്തിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ എനിക്കൊരു പൾവറൈസറും അതുപോലെ തന്നെ ജാം മേക്കിംഗ് മെഷീനും അതുപോലെ മിക്സിംഗ് മെഷീനും ഇതെല്ലാം എനിക്ക് വാങ്ങി ഒരു 10 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കേണ്ട ജോലികളെല്ലാം എനിക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരുപാട് നല്ല ഒരു പ്രയോജനകരമായ രീതിയിലേക്ക് ഞാനത് മാറിയിട്ടുണ്ട്. ഒരു 100 പാക്കറ്റ് ചെയ്യുന്നതിന് ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എനിക്കൊരു 500 പാക്കറ്റ് ഒരുമിച്ച് ചെയ്ത് എനിക്ക് വിപണനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു എമൗണ്ടിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട്, അതായത് ഇപ്പോൾ ഒരു ഏകദേശം മാസം 2 ലക്ഷം രൂപ വരെ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിപണിയും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രാമോദയ എന്നുള്ള പേരിൽ ഒരു രാജ്യമെമ്പാടുമുള്ള ഒരു പദ്ധതി അതിൽ വന്നിട്ടുണ്ട്, മാർക്കറ്റിംഗിന്റെ പേരിൽ. അങ്ങനെ ഏറ്റവും വലിയ ഒരു സബ്സിഡി ആയിരുന്നു എനിക്ക് ഈ കേന്ദ്ര ഫണ്ടായിട്ട് എനിക്ക് കിട്ടിയത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയുള്ളൊരു പദ്ധതി വന്നത് വഴി എന്നെ പോലെയുള്ള സംരംഭകർക്ക്, പ്രത്യേകിച്ച് വനിതാ സംരംഭകർക്ക് ഒരുപാടൊരു മുതൽക്കൂട്ടായിട്ട് തീരും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും സംരംഭത്തിലേക്ക് കടക്കട്ടെ. എല്ലാവർക്കും സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം ഉണ്ടാവട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് എനിക്കിന്ന് വളരെ വലിയ നിലയിലേക്ക് മാറ്റാനും എനിക്ക് സാധിച്ചു. സ്ത്രീകളുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കുന്നതിന് പ്രതിരോധ കുത്തിവയ്പ് പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തി. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വഴി കുട്ടികളെയും ഗർഭിണികളെയും ജീവൻ അപകടത്തിലാകുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് രാജ്യവ്യാപകമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടപ്പാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയും അവകാശ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി 2022 ഏപ്രിൽ മുതൽ മിഷൻ ശക്തി രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷ, സംരക്ഷണം, ശാക്തീകരണം എന്നിവയെ ഏകീകൃത രീതിയിൽ സമീപിക്കുന്ന ഈ പദ്ധതിക്ക് 2 പ്രധാന ഘടകങ്ങളുണ്ട്. സമ്പൽ സ്ത്രീകളുടെ സുരക്ഷ, അടിയന്തര സഹായം, നിയമപരിരക്ഷ എന്നിവ ഉറപ്പാക്കുന്നു. സമർത്ഥ്യ സ്ത്രീകളുടെ സാമ്പത്തിക, സാമൂഹിക, വ്യക്തിഗത ശാക്തീകരണത്തിനായുള്ള വിവിധ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നു. കഴിഞ്ഞ 12 വർഷങ്ങളിലായി വനിതാ ശാക്തീകരണത്തിന് നൽകിയ പ്രാധാന്യം സാമൂഹിക തലത്തിൽ തന്നെ വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത്. ഒരു കാലത്ത് അടിസ്ഥാന സുരക്ഷയും സഹായവും മാത്രം ഉറപ്പാക്കിയിരുന്ന പദ്ധതികൾ ഇന്ന് സ്ത്രീകൾക്ക് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകുന്ന ശക്തമായ വേദികളായി മാറി.
വിദ്യാഭ്യാസം, ആരോഗ്യം, നൈപുണ്യ വികസനം, സംരംഭകത്വം, സാമൂഹിക സുരക്ഷ, രാഷ്ട്രീയ പങ്കാളിത്തം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമഗ്ര സമീപനമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. സ്ത്രീകൾ ഇന്ന് ഗുണഭോക്താക്കൾ മാത്രമല്ല, വികസനത്തിന്റെ സഹസ്രഷ്ടാക്കളും നേതാക്കളുമായി പരിണമിച്ചു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ ആ യാത്രയുടെ കേന്ദ്രസ്ഥാനത്ത് സ്ത്രീകളാണുള്ളത്. തൊഴിലാളികളായും കർഷകരായും സംരംഭകരായും ശാസ്ത്രജ്ഞരായും നവോത്ഥാന പ്രവർത്തകരായും ജനപ്രതിനിധികളായും സ്ത്രീകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് ശക്തമായ സംഭാവനകൾ നൽകുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കിയതിലൂടെ അതിന്റെ ഗുണഫലങ്ങൾ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വരും തലമുറകളിലേക്കും വ്യാപിച്ചു. വികസിത ഭാരതം സ്ത്രീകൾക്കായി നിർമ്മിക്കപ്പെടുന്ന ഒരു സ്വപ്നം മാത്രമല്ല, സ്ത്രീകളുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു ദേശീയ ദൗത്യമായി മാറിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം കൃഷ്ണ പ്രകൃതി.